നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിശ്വാസമുള്ളതുമായ നിക്ഷേപങ്ങളിൽ ഒന്നാണ് സ്വർണം. പെട്ടെന്നൊരു പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ഓടുന്നത് ബാങ്കിലേക്കോ മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളിലേക്കോ ആണ് സ്വർണം ഒന്ന് പണയം വെക്കാൻ വേണ്ടി. എന്നാൽ ശ്രദ്ധിക്കണം, നിങ്ങൾ സ്വർണ്ണ പണയം ഗോൾഡ് ലോൺ എടുത്താൽ ആദായ നികുതി വകുപ്പിൽ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിങ്ങൾക്ക് നോട്ടീസ് വരുമോ? അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ? ലോൺ പണമായി കൈപ്പറ്റിയാൽ ലക്ഷങ്ങളുടെ പിഴ ഒടുക്കേണ്ടി വരുമോ? അതും ഒരു ചോദ്യമാണ്. 2026 പുതിയ റിസർവ് ബാങ്ക് നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കി പോകാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഏറ്റവും വലിയൊരു സംശയം ഞാൻ മാറ്റിത്തരാം. സ്വർണം പണയം വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന തുക ആദായ നികുതി വകുപ്പ് നിങ്ങളുടെ വരുമാനമായിട്ട് കണക്കാക്കുമോ എന്നതാണ് ചോദ്യം. അതൊരിക്കലും നിങ്ങളുടെ വരുമാനമല്ല. അതുകൊണ്ട് ഉത്തരം ഇതാണ്: ആദായ നികുതി വകുപ്പ് അത് അങ്ങനെ കണക്കാക്കില്ല. അതൊരു ബാധ്യതയാണ്, അതായത് നമ്മൾ തിരിച്ചടക്കേണ്ട തുകയാണ്. അതിനാൽ ആ തുകയ്ക്ക് നിങ്ങൾ നേരിട്ട് ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. എന്നാൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നോട്ടീസുകളൊക്കെ വരുന്നത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് പ്രധാനമായും സംഭവിക്കുന്നത് പണമിടപാടുകളിലെ പരിധികൾ ലംഘിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാമോ, വലിയ തുകകൾ പണമായി കൈമാറ്റം ചെയ്യുന്നത് തടയാൻ ആദായ നികുതി വകുപ്പ് കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം സ്വർണ്ണപ്പണയത്തിനും ബാധകമാണ്. ലോൺ എടുക്കുമ്പോൾ ആദായ നികുതി നിയമപ്രകാരം 20,000 രൂപയോ അതിന് മുകളിലോ ഉള്ള സ്വർണ്ണപ്പണയ വായ്പ നിങ്ങൾ ഒരിക്കലും പണമായി കൈപ്പറ്റാൻ പാടില്ല. ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഈ തുക നിങ്ങൾ വാങ്ങിക്കണം. ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ അതുപോലെ തന്നെ 20,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിലേക്ക് പണമായി നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പാടില്ല. എന്നാൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ്, പബ്ലിക് ബാങ്കുകൾ എന്നിവയ്ക്ക് ഇതിൽ ഇളവ് ഉണ്ട്. എങ്കിലും ഈ മുത്തൂറ്റ്, മണപ്പുറം പോലുള്ള NBFC സ്ഥാപനങ്ങളിൽ ഈ നിയമം കർശനമാണ്. ഒരു ദിവസം ഒരു ഇടപാടിന്റെ ഭാഗമായി 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി സ്വീകരിക്കാൻ ആർക്കും നിയമപരമായി അവകാശം ഇല്ല. ഈ നിയമങ്ങൾ നിങ്ങൾ തെറ്റിച്ചാൽ എത്ര രൂപയാണോ നിങ്ങൾ പണമായി വാങ്ങിയത് അല്ലെങ്കിൽ അടച്ചത്, ആ തുക മുഴുവനായും അതിന്റെ 100% പിഴയായി, അതായത് പെനാൽറ്റിയായി നിങ്ങൾ ഒടുക്കേണ്ടി വരും. അതുകൊണ്ട് 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സ്വർണ്ണപ്പണയ ഇടപാടുകളും ഗൂഗിൾ പേ, NEFT അല്ലെങ്കിൽ ചെക്ക് വഴി മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ എന്താണ് പുതിയതായി സംഭവിച്ചതെന്നോ? പണ്ട് കാലത്ത് നമ്മൾ ബാങ്കിൽ പോയി വലിയ തുകകൾ ഇടപാടുകൾ നടത്തിയാൽ ആരും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതങ്ങനല്ല. SFT എന്ന സംവിധാനം വഴി ബാങ്കുകൾ നിങ്ങളുടെ ഇടപാടുകളെല്ലാം ആദായ നികുതി വകുപ്പിനെ യഥാസമയം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയാണെന്ന് IT റിട്ടേണിൽ കാണിക്കുകയും എന്നാൽ ഒറ്റയടിക്ക് 20 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയം ബാങ്കിൽ പണമായി അടച്ചു തീർക്കുകയും ചെയ്താൽ ആദായ നികുതി വകുപ്പ് ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ച് നോട്ടീസ് അയക്കും. നിങ്ങളുടെ പാൻ കാർഡുമായി ബന്ധിപ്പിച്ച AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററി നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഇനി സ്വർണ്ണപ്പണയം എടുത്താൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടുമോ എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്: നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. എന്നാൽ നിങ്ങൾ എന്തിനു വേണ്ടി ആ പണം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് ലഭിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, ഉദാഹരണത്തിന് ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു കല്യാണ കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ടാണെങ്കിൽ അത് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇളവ് ലഭിക്കില്ല. എന്നാൽ ഒരു പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനോ ആണ് ഈ പണം ഉപയോഗിക്കുന്നതെങ്കിൽ 1 വർഷം പരമാവധി 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ ആദായ നികുതി വകുപ്പ് സെക്ഷൻ 24B പ്രകാരം ഇത് ലഭിക്കും. നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനാണ് ഈ തുക എടുത്തതെങ്കിൽ ബിസിനസ് ചെലവായി കാണിച്ച് നികുതി ഇളവ് നേടിയെടുക്കാവുന്നതുമാണ്. കൃത്യമായ രേഖകൾ പക്ഷെ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം എന്ന് മാത്രം. സ്വർണ്ണപ്പണയം എടുക്കുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ചില പുതിയ നിയമങ്ങൾ 2026 മുതൽ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് സ്വർണത്തിന്റെ വിലയുടെ 75% മാത്രമേ വായ്പയായി ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ പുതിയ നിയമപ്രകാരം 2.5 ലക്ഷം രൂപ വരെയുള്ള ചെറിയ വായ്പകൾക്ക് സ്വർണ്ണ മൂല്യത്തിന്റെ 85% വരെ തുക നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊന്ന്, സ്വർണം തിരികെ നൽകുന്നതിലെ നിയമമാണ്. നിങ്ങൾ വായ്പ മുഴുവനായും അടച്ചു തീർത്താൽ പരമാവധി 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ബാങ്ക് സ്വർണം നിങ്ങൾക്ക് തിരികെ നൽകിയിരിക്കണം എന്നതാണ് ചട്ടം. ഇതിൽ കാലതാമസം വരുത്തിയാൽ ഓരോ ദിവസത്തിനും 5,000 രൂപ വെച്ച് ധനകാര്യ സ്ഥാപനം നിങ്ങൾക്ക് പിഴയായി നൽകേണ്ടി വരും. അവസാനമായി, രേഖകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് ഒരു പരിധിയുണ്ടോ എന്നതാണ് ചോദ്യം. ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം കൃത്യമായ ഉറവിടം കാണിക്കാൻ സാധിക്കാത്ത സ്വർണത്തിന് റെയ്ഡ് സമയത്ത് ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ്: വിവാഹിതയായ സ്ത്രീക്ക് 500 ഗ്രാമും, 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 62.5 പവൻ ഉണ്ടാവും. അവിവാഹിതയായ സ്ത്രീക്ക് 250 ഗ്രാമും ഒരു പുരുഷന് 100 ഗ്രാമും വരെ രേഖകളില്ലാതെ കൈവശം സൂക്ഷിക്കാം. എന്നാൽ അതിന് മുകളിലാണെങ്കിൽ ആ സ്വർണം വാങ്ങിയതിന്റെ കൃത്യമായ ബില്ലുകളോ രേഖകളോ വേണം. അതുപോലെ പഴയ സ്വർണം 2 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ച ശേഷം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിന് 12.5% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കത്തിൽ
സ്വർണ്ണ പണയം എടുക്കുന്നതിൽ ഭയക്കേണ്ടതില്ല. എന്നാൽ 20,000 രൂപയ്ക്ക് മുകളിലുള്ള വായ്പകളും തിരിച്ചടവുകളും നിർബന്ധമായും ഡിജിറ്റലായി ബാങ്ക് ട്രാൻസ്ഫറായി മാത്രം ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കൃത്യമായ രേഖകൾ കൈവശം സൂക്ഷിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.